ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഫോളോവേഴ്സ് കൂട്ടിയിട്ട് ഫോളോവിങ് കുറച്ച് കഴിഞ്ഞ് അവരെന്തോ വലിയ സംഭവമാണെന്ന്. അപ്പം നമുക്ക് ആദ്യം ആ സൂക്കേടങ്ങ് മാറ്റി കൊടുക്കാം. ഓക്കെ, ആർ യു റെഡി? ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കട്ട് ഓഫ് റൈഡറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഫോളോ ചെയ്യും. അപ്പം നമ്മളെ ഫോളോ ചെയ്തല്ലോ എന്നുള്ള വിചാരത്തിൽ നമ്മൾ തിരിച്ച് അവരെയും ഫോളോ ചെയ്യും. ഒരു 5-10 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5-10 ദിവസം, മാക്സിമം അത്യാവശ്യം ചിലരൊക്കെ ഉള്ളു ഒരു ഒരാഴ്ച പോലും തികച്ച് നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ ഫോളോ ചെയ്ത് നമ്മളെ അവർ തിരിച്ച് അൺഫോളോ ചെയ്ത് കളയും. അപ്പോഴത്തേക്കും നമ്മൾ അപ്പോഴൊന്നും നമ്മളിതൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ് അതായത് നമ്മളിപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി നമ്മൾ കാണുമ്പോഴോ, അവരുടെ പോസ്റ്റ് നമ്മൾ കാണുമ്പോഴോ ചുമ്മാ ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴത്തേക്ക് അവർ തിരിച്ച് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളെ അവർ തിരിച്ച് ഫോളോ ബാക്ക് കൊടുത്തിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്കിട്ടുള്ള ഒരു കിടുക്കാച്ചി പണിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി മുതൽ നമ്മൾ ഫോളോ ചെയ്തിട്ടും നമ്മളെ തിരിച്ച് ഫോളോ ചെയ്യാത്തവരെ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവരെ എങ്ങനെ അൺഫോളോ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡറായിട്ടായിരിക്കും നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, എന്നിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ ഒരു 5-10 പേരെ മാത്രമേ അൺഫോളോ ചെയ്ത് കളയാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെന്താ അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കളയാൻ മേലെ, അതാകുമ്പോൾ പിന്നീട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതി നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നല്ല, ആക്ഷൻ ബ്ലോക്ക് വരും. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് വരാനും പാടില്ല. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്തിട്ടും നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യാത്തവരെ നിങ്ങൾക്ക് അൺഫോളോ ചെയ്ത് കളയുകയും വേണം. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 5-10 മിനിറ്റ് എടുത്താലും മതി, കുഴപ്പമില്ല. പറയാൻ മനസ്സിലായില്ലേ? ദിവസം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനത്തെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് ഫോളോവേഴ്സിൻ്റെ ആ സെറ്റപ്പ്, അതായത് ചിലർ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതായത് നോർമലി വരില്ല, എല്ലാ മനുഷ്യന്മാർക്കും വരില്ല. അതായത് നമ്മൾ ഫോളോ ആയിട്ട് തിരിച്ച് നമ്മളെ ഫോളോ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ മനുഷ്യന്മാർക്കും വരുമല്ലോ. അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുവാണ്. സ്ക്രീൻ റെക്കോർഡറായിട്ടാണ് ഞാൻ ഇത് ചെയ്തു തരാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് കാണുക. ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഇതിനകത്ത് കമൻറ്റ് നിങ്ങൾ ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യം സക്സസ്ഫുള്ളായിട്ട് നടന്നു എന്ന് തോന്നിയാൽ മാത്രം കമൻറ്റ് ബോക്സിനകത്ത് എന്നെ ഒന്ന് അറിയിക്കണം. അതായത് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്, കൊള്ളാം, ആ ഒരു സെറ്റപ്പ്. മനസ്സിലായില്ല? അത്ര ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്ര കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അതായത് നിങ്ങൾ കമൻറ്റ് ഇടുക. അതായത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് തന്ന ഈ ട്രിക്ക് ഇത് വർക്കൗട്ട് ആയെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക, ശരിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് മാറ്റമുണ്ട്, മീൻസ് അതായത് എൻ്റെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്തവരെ എനിക്ക് തിരിച്ച് അങ്ങനെയല്ലല്ലോ, ഞാൻ ഫോളോ ചെയ്തിട്ട് എന്നെ തിരിച്ച് ഫോളോ ചെയ്യാത്തവരെ ഞാൻ കണ്ടുപിടിച്ച് അതുപോലെ അവരെ ഞാൻ അൺഫോളോ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഈ ട്രിക്ക് വർക്കായിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓക്കെ, ജസ്റ്റ് വർക്കായി എന്നുള്ള ജസ്റ്റ് ഒന്ന് എന്നെ ബോധിപ്പിച്ചാൽ മതി. എന്നെ ബോധിപ്പിക്കുക മീൻസ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു തന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ വായി തോന്നുന്ന കാര്യം എന്ത് വേണമെങ്കിലും എനിക്ക് വേണം പറയാം എൻ്റെ യൂട്യൂബിനകത്ത്. പക്ഷെ അങ്ങനെയല്ല, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് കേൾക്കുന്ന അവർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായില്ലേ? അതായത് എനിക്ക് നിർബന്ധമുണ്ട്. ഞാനിപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതായത് എൻ്റെ അക്കൗണ്ട് നിങ്ങൾ വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം
നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോ ശ്രദ്ധാപൂർവ്വം കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക. വർക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കമൻറ്റെങ്കിലും ഇടുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് 3 റിക്വസ്റ്റ് 3 ലൈക്കിങ് റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മളത് ഫോളോവേഴ്സ് എടുത്തു. ഇതാണ് എൻ്റെ അക്കൗണ്ട്. അത് ഞാൻ ഫോളോവേഴ്സ് എടുത്ത് എനിക്ക് 19.5K ഉണ്ട് ഫോളോവേഴ്സ്. ഇത് കണ്ടല്ലോ, ഇവരെല്ലാം ഞാൻ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അടുത്തത് ഫോളോയിങ് എടുക്കുവാണ്. ലോഡാകട്ടെ. അതെ, ഫോളോയിങ് എടുത്തു. അപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഫോളോയിങ്. ഞാൻ 7500 പേരെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇപ്പം നമ്മൾ നേരെ ഫോളോയിങ് എടുക്കുക. ഫോളോയിങ് എടുക്കുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ട്രിവാൻഡ്രം അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അക്കൗണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഫോളോയിങ് ലിസ്റ്റ് എടുത്തിട്ട് അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോഴത്തേക്കും കണ്ടല്ലോ, എന്നെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ഫോളോവേഴ്സിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടുമില്ല, പക്ഷേ നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരത് ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അൺഫോളോ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഒരു റൗണ്ടും കൂടി ഞാൻ വേണേൽ കാണിച്ചു തരാം. അടുത്തയാൾ നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് നേരെ അവരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യുന്നിട്ട് നമ്മൾ നേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോഴത്തേക്കും അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ച പോലെ അതുപോലെ തന്നെ അൺഫോളോ ചെയ്യുക. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അടുത്തയാളുടെ അടുത്തേക്ക് പോവുക. അപ്പോഴത്തേക്കും അയാൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോഴത്തേക്കും അയാൾ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരെയും തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതങ്ങനെ കിടന്നോട്ടെ. മനസ്സിലായോ? ഇനി അടുത്തയാളുടെ എടുക്കുക. എന്നിട്ട് അവരുടെ ഫോളോയിങ്ങും ഫോളോവേഴ്സിൻ്റെ ഇതുപോലെ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്, തിരിച്ച് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ പല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അതെ, പിന്നെ ഞാൻ പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. ഒരു ദിവസം 5-10 പേരെ മാത്രമേ അൺഫോളോ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആക്ഷൻ ബ്ലോക്ക് ആകും. അപ്പോഴത്തേക്ക് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഇപ്പോൾ 19.5 ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നീ തിരിച്ച് 7500 പേരെയല്ലേ ഫോളോ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ആദ്യം നിന്നെ തന്നെ ഇങ്ങനെ അൺഫോളോ ചെയ്ത് കളയട്ടെ എന്ന് വിചാരിക്കുന്ന ചിലരും ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമാണ്. അപ്പോഴത്തേക്കും ആ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ എൻ്റെ ഫോളോവേഴ്സ് എല്ലാം കറക്റ്റ് ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 33 പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും എൻ്റെ തൊട്ടപ്പുറത്ത് ഫോളോവേഴ്സ് 3333 ഫോളോയിങ് 3333 ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത റൗണ്ട് ആയപ്പോഴത്തേക്കും 44 പോസ്റ്റ് 4444 ഫോളോയിങ് 4444 ഫോളോവേഴ്സ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 55 പോസ്റ്റ് 5555 ഫോളോവേഴ്സ് 5555 ഫോളോയിങ് ആ ലെവലിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കാണെങ്കിൽ 5555 കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് എൻ്റെ ഒരു വീഡിയോ വൈറലാകുന്നത്. അങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടി വന്നു. അതായത് ഓരോ ദിവസം, അതായത് ഞാനിപ്പോൾ ഒരു മിനിറ്റിൽ തന്നെ ചിലപ്പോൾ എനിക്ക് 100 ഫോളോവേഴ്സ് വരെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ വീഡിയോ വൈറലായിരുന്നു. ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നാണെങ്കിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് എൻ്റെ ഫോളോവിങ് അത് എനിക്ക് തത്തുല്യമായിട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഇപ്പം 7500 ഫോളോവിങ്ങിലും 19.5 ഫോളോവേഴ്സിലും കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു കമൻറ്റ് വരാൻ പാടില്ല. അതായത് നീ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പം നിന്നെ അല്ലേ ആദ്യം അൺഫോളോ ചെയ്ത് കളയേണ്ടത്, അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോഴത്തേക്ക് അതിനുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.